ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എന്നിപ്പുരാൻ മൂവീൻ്റെ കോൺട്രവേഴ്സി മറ്റുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ള. പലർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പോകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു മൂവിയിൽ ഒരു കലാപം ആണ് തോന്നുന്നു വെട്ടിമാറ്റിയിട്ടുള്ളത്. ഈ ഒരു വെട്ടിമാറ്റിയ ദൃശ്യങ്ങൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് തിയേറ്റർ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മൂവിക്ക് ഇത്രത്തോളം കോൺട്രവേഴ്സി ഉണ്ടാകാനുള്ള കാരണം ഈ ഒരു കലാപവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയും ആണ് എന്നാണ് എനിക്ക് തോന്നാനുള്ളത്. ഈ ഒരു കലാപമില്ലെങ്കിൽ ഈ ഒരു പൃഥ്വിരാജ് സുകുമാരൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളും ആ മൂവിയിൽ കാണിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊരു അതിനു വേണ്ടിയിട്ടാണ് ഈ സെയ്ദ് മസൂദറിനെ ഈ ഒരു കഥാപാത്രമായിട്ട് പൃഥ്വിരാജ് വരുന്നതും ഈ ഒരു കലാപം നടക്കുന്നതായിട്ടാണ് ആ ഒരു കണ്ടൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ പോലും ഈ ഒരു കണ്ടൻറ്റിൽ അത്രത്തോളം അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ ഒരു മൂവിയിൽ വന്നു പോയിട്ടുള്ളത്. ടൊവിനോ ആയാലും കിടിലനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ ആയാലും കിടിലനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിങ്ങും സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓരോ ദൃശ്യങ്ങളും നമ്മൾ ഹോളിവുഡ് മൂവി കാണില്ലേ അതേമാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മൂവിക്ക്. എന്തായാലും ഒരു കിടില മൂവിയാണ്. ഇത് കാണാത്തവർ തിയേറ്റർ വാച്ചബിൾ തന്നെ പോയി കാണുക. കട്ടർ വേഷൻ ഇല്ലെങ്കിലും എന്നാൽ പോലും ഒരു കിടില മൂവിയാണ്. നിങ്ങൾ തിയേറ്റർ വാച്ചബിൾ തന്നെ പോയി കാണുക. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിൻ്റെ പേരും കളഞ്ഞിട്ടുണ്ട്, എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതൊരു കോൺട്രവേഴ്സിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ലാലേട്ടൻ ഈ ഒരു മൂവി കണ്ടു എന്നാണ് പറയുന്നത്. ഇത് സ്ക്രിപ്റ്റൊക്കെ വായിക്കുമ്പോൾ ലാലേട്ടനും എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഈ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ തേർഡ് ഹാഫിൽ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ആ ഒരു പോസ്റ്ററും ഇവർ തന്നിട്ടുണ്ട്. പിന്നെ ഈ മൂവിയുടെ 50 കോടി പിന്നിട്ടു കേരളത്തിൽ ഒരു പോസ്റ്ററും ഇവർ തന്നിട്ടുണ്ട്. പിന്നെ 200 കോടി പിന്നിട്ടു, അതിൻ്റെ പോസ്റ്ററും ഇവർ കിട്ടുന്നതായിട്ട് മേക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരനും ലാലേട്ടനും നടന്നു വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.